പാർവതി, എന്താ സർ? കോഫിക്ക് നല്ല മധുരം വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇതിന് മധുരം കുറവാ. കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് തരാൻ പറ്റും? ശരി സർ, കൊണ്ടുവരാം. ഇത്രയും കാലം കരുണാകരൻ സാർ കൂടെ കൊണ്ട് നടന്ന് രഘുവിന്റെ കയ്യിലിരിപ്പിതാണെന്ന് കരുണാകരൻ സാറിന് മനസ്സിലായില്ല എന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അതാണ് സത്യം മാഡം. ചെറിയൊരു വീഴ്ച പോലും കരുണാകരൻ പെരുപ്പിച്ച് കാണിക്കുമെന്ന് ഇവിടെയുള്ളവർ പറയും. അഹങ്കാരിയാണ്, കണ്ണിച്ചോരല്ലാത്ത ദുഷ്ടനാണ് എന്നൊക്കെ പറയും. പക്ഷേ സ്ത്രീകളോട് തെമ്മാടിത്തരം കാണിക്കുന്ന വെറും ഒരു ചെറ്റയാണ് കരുണാകരനെന്ന് ഇവിടെയുള്ള ആരും പറയില്ല മാഡം. സംശയം മാഡം അന്വേഷിച്ചു നോക്ക്. ഞാൻ ഒരു തല്ലു കൊടുക്കാൻ പറഞ്ഞ രഘു 10 തല്ലു കൊടുക്കും. അതുകൊണ്ടാ ഞാൻ അവനെ കൂടെ നിർത്തിയത്. അല്ലാതെ കരുണാകരൻ സാറിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ലേഡീസും അവനെ കൈവച്ചില്ലേ? ആ ഓരോ അടിയും രഘുവിന്റെ കരണത്ത് മാത്രമല്ല കൊണ്ടത്, കരുണാകരൻ സാറിന്റെ കരണത്ത് കൂടിയാ. അത് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം പൊട്ടനൊന്നുമല്ല ഈ കരുണാകരൻ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അവനെ കൈത്തിരി പിടിച്ച് പുറത്തു കളിയത്. അവൻ മാപ്പ് പറഞ്ഞില്ലേ? അതുകൊണ്ട് അവനോട് ക്ഷമിച്ചേക്കെന്ന് മാഡം പറഞ്ഞിട്ടും ഞാനത് കേൾക്കാണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ. നിങ്ങൾ പൊട്ടൻ തന്നെയാണ് കരുണാകരൻ സാർ. ഇവിടുത്തെ ലേഡീസിനോട് ഇത്രയും വലിയ തെമ്മാടിത്തരം കാണിച്ചിട്ടും അവനോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിനൊരു കാരണം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും ബുദ്ധിയില്ലാത്ത വെറും പൊട്ടൻ. മാഡം, പാർവതി ഇവിടുന്ന് തുരത്താൻ വേണ്ടി നമ്മൾ കളിച്ച കളികൾ മുഴുവൻ രഘുവിനറിയാം. നമ്മളെ സഹായിച്ചതും അവൻ തന്നെയാണ്. അവളെ ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി അവളെ കൊണ്ട് ഇവിടുത്തെ ടോയ്ലറ്റ് മുഴുവൻ നിങ്ങൾ ക്ലീൻ ചെയ്യിച്ചു. എന്ത് കാരണം പറഞ്ഞാ നമ്മളിത് ചെയ്യിച്ചത് ഓർമ്മയുണ്ടോ? ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് വെച്ച് സാമ്പിൾ പീസ് കത്തിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അല്ലേ? അത് ചെയ്തത് ആരാ? രഘു. അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത് നമ്മളാണെന്ന് അവൻ കൈലാഷിനോട് പറഞ്ഞ. രഘുവിന്റെ കരണത്ത് അടിച്ചതിനേക്കാൾ ശക്തിയിൽ ഇവിടുത്തെ ലേഡീസ് എന്റെയും നിങ്ങളുടെയും കരണത്തടിക്കും. ആദ്യ തടി കൈലാഷ് തന്നെ അടിക്കും. രഘു എന്നോട് അങ്ങനെ ചതി ചെയ്യില്ല മാഡം. അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുപാട് പോക്രിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടിച്ച അടിയായിരിക്കും അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ആരോട് ക്ഷമിച്ചാലും രഘുവിന് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയില്ല. നിങ്ങളെ വീഴ്ത്താൻ അവൻ ആ രഹസ്യങ്ങൾ മുഴുവൻ എടുത്ത് പ്രയോഗിക്കും. മാഡം, രഘുവിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ട്രംപ് കാർഡ് എന്താണെന്ന് അറിയോ കരുണാകരൻ സാറിന്? സിൽവർ ജൂബിലി ഫംഗ്ഷന്റെ അന്ന് പാർവതിക്കും അരവിന്ദനും നമ്മൾ മയക്കുമരുന്ന് കൊടുത്തില്ലേ? അത് ജ്യൂസിൽ മിക്സ് ചെയ്ത് അതവർക്ക് കൊടുത്തത് രഘുവാ. എന്തിനു വേണ്ടി നമ്മളത് ചെയ്തുവെന്നും അവൻ അറിയാം. അവനത് കൈലാഷിനോട് പറഞ്ഞ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? കരുണാകരൻ സാർ ഒന്ന് ആലോചിച്ചു നോക്ക്. കരുണാകരൻ സാറിന് ഇവിടുത്തെ ജോലി നഷ്ടപ്പെടും, ജയിൽ ശിക്ഷയെ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഏറ്റവും വലിയ നഷ്ടവും എനിക്കായിരിക്കും. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെടുമെന്ന് അറിയോ? എന്റെ കരിയർ, എന്റെ ലൈഫ്, എന്റെ സ്വപ്നങ്ങൾ. TKR അങ്കിൾ എന്നെ ആട്ടി ഓടിക്കും. മമ്മി എന്നെ എന്നേക്കുമായി വെറുക്കും. ഞാൻ ഒറ്റപ്പെടും. എനിക്ക് ആരും ഇല്ലാതാവും. അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ രഘുവിനോട് ക്ഷമിക്കാൻ ഞാൻ കരുണാകരൻ സാറിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ സ്വന്തം മുഖം രക്ഷിക്കുന്ന തിരക്കിൽ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് കരുണാകരൻ സാർ ആലോചിച്ചില്ല. എന്നിട്ട് പറയുന്നു കരുണാകരൻ സാർ പൊട്ടനല്ലാന്ന്. ഞാനത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു മാഡം. കരുണാകരൻ പൊട്ടനല്ല. പാർവതിയെ ചതിക്കാൻ ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചതാരാ? രഘു. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണ് അത് ചെയ്തത് എന്ന് തെളിയിക്കാൻ അവന് കഴിയില്ല. പാർവതിക്കും അരവിന്ദൻ സാറിനും ജ്യൂസിൽ മയക്കുമരുന്ന് ചേർത്ത് കൊടുത്തതാരാ? രഘു. അതിന്റെ വിഷ്വൽ അവിടുത്തെ CCTV ഉണ്ടാവും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് തെളിയിക്കാൻ അവന് കഴിയില്ല. അവൻ അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് നമ്മളോടുള്ള വിരോധം കൊണ്ട് അവൻ കള്ളം പറയുന്നതാണെന്ന് തെളിയിക്കാൻ എനിക്ക് കഴിയും. ഞാൻ അവനെ കൊണ്ട് തന്നെ അതെല്ലാം ചെയ്യിപ്പിച്ചത് നാളെ അവൻ നമുക്ക് നേരെ വിരൽ ചൂണ്ടാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാ.
ഇനി മാഡം പറ, കരുണാകരൻ പൊട്ടന? പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പാണോ? ഇല്ല മാഡം, കഴിവേറാൻ സാധ്യതയുള്ള കളിക്ക് ഈ കരുണാകരൻ നിൽക്കില്ല. മാഡം അത് വിട്. എന്നിട്ട് തുടങ്ങി വെച്ച കളി പൂർത്തിയാക്കാൻ നോക്കും. മനസ്സിലായില്ലല്ലേ? എങ്ങനെയെങ്കിലും പാർവതിയെ ഇവിടുന്ന് തുലച്ചു കളഞ്ഞിട്ട് കൈലാഷിന്റെ മനസ്സിൽ കയറി പറ്റാൻ നോക്കും. അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കരുണാകരൻ സർ. മാഡം അങ്ങനെ തോറ്റു പിന്മാറുന്ന ടൈപ്പല്ലെന്ന് എനിക്കറിയാം. എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. ഇനി കളിക്കാൻ പോകുന്ന കളിക്ക് എനിക്ക് കരുണാകരൻ സാറിന്റെ സഹായം വേണ്ട. എന്നെ സഹായിക്കാൻ വേറെ ആള് വരും. വേറെ ആളോ? അതാരാ? ബാഗ് പാക്ക് ചെയ്യുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? ബാഗ് പാക്ക് ചെയ്യുന്ന എന്തിനാന്ന്? ഞാൻ പോവാ. എവിടേക്ക്? ജെനിഫർ, ആയിഷ ചോദിക്കുന്ന കേട്ടില്ലേ? നീ എങ്ങോട്ടാ പോകുന്നേന്ന്? എവിടെയെങ്കിലും ജോലി റെഡിയായോ? ഇല്ല. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. വീട്ടിലേക്കോ? നിന്നെ കൊല്ലാൻ നടക്കല്ലേ ശിവനും ശിവന്റെ ആൾക്കാരും? അവര് നിന്നെ കാണില്ലേ? കാണും. കാണട്ടെ. കൊല്ലുന്നെങ്കി കൊല്ലട്ടെ. എനിക്ക് മടുത്തു ഈ ഒളിച്ചുകളി. നീ എന്ത് മണ്ടത്തരായി പറയുന്നേ ജെനിഫർ? നിങ്ങൾക്കറിയോ, ഞാൻ ഇപ്പോഴും എന്റെ മമ്മിയുടെ മടിയിൽ കിടക്കും. ഇപ്പോഴും എനിക്ക് എന്റെ പപ്പ ചോറ് വാരി തരും. കോളേജ് ഹോസ്റ്റലിൽ നിന്നാ ഞാൻ പഠിച്ചത്. ഫ്രൈഡേ ഈവനിങ് ആവാൻ ഞാൻ കാത്തു നിൽക്കും, അവരുടെ അടുത്തേക്ക് ഓടിപ്പോവാൻ. ഞാൻ എന്റെ പപ്പയും മമ്മിയും കണ്ടിട്ട് 2 മാസത്തോളായില്ലേ. ഇനിയും എനിക്ക് അവരെ കാണാതിരിക്കാൻ പറ്റില്ല. നിനക്ക് ഓർമ്മയില്ല ജെനിഫർ, നമ്മള് രണ്ടുപേരും ഒരുമിച്ചാ ഈ ടൗണിൽ വന്നിറങ്ങിയത്. എനിക്കുണ്ട് അച്ഛനും അമ്മയും. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുമ്പോ നീ നിന്റെ പപ്പയും മമ്മിയൊക്കെ പിരിഞ്ഞിരുന്നിട്ടില്ലേ? പക്ഷെ ഈ ടൗണിൽ വരുന്നത് വരെ ഒരു ദിവസം പോലും ഞാൻ അവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. എനിക്കും അവരെ കാണുന്നുണ്ട്, അവരുടെ അടുത്തേക്ക് ഓടിപ്പോണെന്നുണ്ട്. എന്നിട്ടും ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? നിങ്ങൾ മാത്രമല്ല, ഞാനും എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രിയപ്പെട്ട മോളാ. അച്ഛനാണെങ്കിൽ വയ്യാത്ത ആളോ. മീരമോൾ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും എന്റെ അച്ഛൻ.